ഞാനിന്ന് ക്ലാസ്സിൽ ചെന്നപ്പോൾ തൊട്ട് എൻ്റെ കൂട്ടുകാർ പറയുന്നതാണ് നമുക്ക് പള്ളിയിൽ പോവാം പള്ളിയിൽ പോവാം അല്ല പള്ളിയിൽ പോയിട്ട് ചോറ് കഴിക്കാം ചോറ് കഴിക്കാമെന്ന്. അത് കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചത് എന്താ ഇവർ പതിവില്ലാതെ ഇങ്ങനെ പറയുന്നതെന്ന്. അങ്ങനെ ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഔസേപ്പിതാവിൻ്റെ മരണത്തിരുന്നാളാണ്. അപ്പോൾ എല്ലാ പള്ളിയിലെയും സദ്യ കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അതുകൊണ്ടാണ് നമുക്ക് സദ്യ കഴിക്കാൻ പോവാമെന്ന് പറഞ്ഞതെന്ന് എന്നോട് പറഞ്ഞു. ഞങ്ങൾ പോയത് പൂങ്കാവ് പള്ളിയിലായിരുന്നു. അവിടെയാണെങ്കിൽ 8,000 പേർക്ക് സദ്യ കൊടുക്കുന്നുണ്ടായിരുന്നു. പള്ളിയുടെ വാതിൽക്കൽ എത്തിയപ്പോഴത്തേക്കും 3 പേര് 3 വഴിക്കായി. ഈ ജന്മത്ത് കണ്ടിട്ടില്ലാത്ത പോലെയായിരുന്നു ആ നടപ്പ്. ഞാനാണെങ്കിൽ അവിടെ ഇരുന്ന് സദ്യ എവിടെയാണ് കൊടുക്കുന്നതെന്നാണ് നോക്കുന്നത്. നമ്മൾ കണ്ണോടിച്ച് നോക്കിയാലേ അവരറിയത്തുള്ളൂ നമ്മൾ സദ്യയാണ് നോക്കുന്നതെന്ന്. വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അവരറിയത്തില്ലല്ലോ ഇതാണ് കാര്യമെന്ന്. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് അത് കൂടെ നോക്കുകയാണ് എവിടെയാണ് കൊടുക്കുന്നതെന്ന്. അപ്പോൾ ഏറ്റവും അവസാനം ഞാൻ കണ്ടുപിടിച്ചു. പള്ളിയുടെ വാതിൽക്കൽ തന്നെ, വാതിൽക്കലല്ല ഇച്ചിരി ഇങ്ങോട്ട് മാറിയിട്ടായിരുന്നു സദ്യയൊക്കെ കൊടുക്കുന്നത്. ഞങ്ങൾ കോളേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വിചാരിച്ചത് ഇവിടെ തീർന്നിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഭയങ്കര ക്യൂ ആയിരിക്കും എന്നൊക്കെയായിരുന്നു. പക്ഷെ ഇവിടെയാണെങ്കിൽ പ്രദക്ഷിണം നടക്കാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് നേരം ഇതൊക്കെ കണ്ടു. ഞാനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പോവാറൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് എന്താ സംഭവം എന്നൊക്കെ ഞാനിങ്ങനെ നോക്കിയിരിക്കുവാണ്. അല്ലെങ്കിലും എനിക്ക് പണ്ട് തൊട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാനും അവിടെയുള്ള കാര്യങ്ങളൊക്കെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ അപ്പുറത്തോട്ട് ചാടിയിട്ടുണ്ട്. മൈക്കിൽ കൂടി വിളിച്ചു പറഞ്ഞു പ്രദക്ഷിണം കഴിഞ്ഞപ്പോൾ സദ്യ കൊടുക്കുമെന്ന്. അപ്പോൾ ഞങ്ങളെ കൂടെ വലിച്ചു കയറ്റിയതിലോട്ട് ഇപ്പോൾ കൊടുക്കാൻ തുടങ്ങുമെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ പായസം കണ്ടപ്പം എനിക്ക് പകുതി ആശ്വാസം. ഞാൻ അവിടുന്ന് ചോദിച്ചുകൊണ്ടാണ് വന്നത് പായസം ഉണ്ടോ പായസം ഉണ്ടോ എന്ന്. അപ്പോൾ എന്തായാലും പായസമൊക്കെ ഉണ്ടായിരുന്നു. ചോറും അതുപോലെ സാമ്പാർ, പയർ തോരൻ ആണെന്ന് തോന്നുന്നു, പയർ തോരനാണെന്ന് തോന്നുന്നു, പയർ തോരനാണോ മെഴുക്കുവരട്ടിയാണോ എന്ന് അറിഞ്ഞുകൂടാ. പിന്നെ അവിയൽ, അച്ചാർ, പായസം. നമ്മൾ സദ്യയൊക്കെ കഴിച്ചിട്ട് ആ പാത്രത്തിൽ തന്നെ പായസം കുടിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ്.